നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കുമെതിരെ ക്രൂരമായ ന്യൂനപക്ഷ വേട്ട നടക്കുന്നുവെന്ന് അരാക്കൻ സേന. ഇത് കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. രോഹിംഗ്യകൾക്കെതിരായ യുദ്ധത്തിൽ കുപ്രസിദ്ധി നേടിയവരാണ് അരാക്കൻ സേന. ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള രാഖൈൻ പ്രദേശം പൂർണ്ണമായി ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നു അരാക്കൻ സേന. ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തെത്തിയിരിക്കുന്ന അരാക്കൻ സേന എപ്പോൾ വേണമെങ്കിലും ബംഗ്ലാദേശ് മണ്ണിലേക്ക് ഇരച്ചു കയറാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബംഗ്ലാദേശ് സൈന്യം അക്ഷരാർത്ഥത്തിൽ അരാക്കൻ സേനയെ ഭയന്നാണ് അവിടെ നിൽക്കുന്നത്. ബംഗ്ലാദേശിന്റെ ടെക്നാഫ് എന്ന പ്രദേശം അരാക്കൻ സേന ഇതിനകം പിടിച്ചു കഴിഞ്ഞു. മുഹമ്മദ് യൂനുസ് രോഹിംഗ്യ മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന നേതാവായതുകൊണ്ട് രോഹിംഗ്യകളെ കഠിനമായി വെറുക്കുന്ന അരാക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ച് കൂടുതൽ ആക്രമണങ്ങൾ നടത്തും എന്ന ഭയം ബംഗ്ലാദേശ് ഭരണകൂടത്തിനുണ്ട്. ഐക്യരാഷ്ട്രസഭ മുൻപേ പ്രവചിച്ചതാണ് മ്യാൻമറിലെ രോഹിംഗ്യൻ വംശഹത്യ. 2017 ആ ക്രൂര സംഭവം നടന്നത്. അന്ന് 10 ലക്ഷത്തോളം പേർ റോഹിംഗ്യൻ കേന്ദ്രമായ റാഖൈനിൽ നിന്ന് പലായനം ചെയ്തു നേരെ ബംഗ്ലാദേശിലേക്ക്. നൂറുകണക്കിന് ഗ്രാമങ്ങൾ അന്ന് അരാക്കൻ സേന തീയിൽ നശിപ്പിച്ചു. എന്നാൽ അഭയം കൊടുത്ത അയൽ രാജ്യങ്ങൾ അവരെ ക്രൂരമായി പിന്നീട് വേട്ടയാടി. നഗരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അവർ മാലിന്യം പെറുക്കിയും മാലിന്യം വേർതിരിച്ചുമൊക്കെ കിട്ടുന്നത് കൊണ്ട് തങ്ങളുടെ ശിഷ്ടകാലം കഴിച്ചുകൂട്ടുന്നു. ഏതു നിമിഷവും അവർ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 7 ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട്. 4000-ഓളം പേർ ദില്ലിയിൽ, തൈവാൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും അഭയാർത്ഥികളായി അവർ എത്തിയിരിക്കുന്നു. മ്യാൻമറിലെ റാഖൈൻ മേഖലയിലാണ് ഈ ന്യൂനപക്ഷം ശതാബ്ദങ്ങളായി താമസിക്കുന്നത്. ബുദ്ധമത ഭൂരിപക്ഷമായ മ്യാൻമറിൽ 12-ാം നൂറ്റാണ്ട് മുതൽ റോഹിംഗ്യൻകാർ കൂട്ടത്തോടെ പാർക്കുന്നു. കിഴക്കൻ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു റോഹിംഗ്യൻ വംശജർ. അവർ മ്യാൻമറിൽ തങ്ങളുടെ സ്വാധീനമുറപ്പിക്കുകയും പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തുവെന്നാണ് അരാക്കൻ സൈന്യം പറയുന്നത്. മ്യാൻമർ ഭരണകൂടവും അവിടുത്തെ ഭൂരിപക്ഷമായ ബുദ്ധമത അനുയായികളുമൊക്കെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കരുതുന്നത് തങ്ങളുടെ നാട് നശിപ്പിക്കാനെത്തിയ ഭീകരവാദികളെന്ന്. 2017 ഓഗസ്റ്റിൽ ലോകം കണ്ടത് മ്യാൻമർ പട്ടാളത്തിന്റെ അക്രമത്തിൽ 8 ലക്ഷത്തോളം റോഹിംഗ്യനുകൾ രാജ്യം വിട്ടോടിപ്പോകുന്ന ദയനീയ കാഴ്ച. ഗ്രാമങ്ങൾ തീയിട്ടും കുട്ടികളെയും വൃദ്ധരെയും ഒക്കെ വെടിവെച്ചു കൊന്നും സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കിയും സൈന്യം അതിമൃഗീയമായ വേട്ട നടത്തി. തുടർന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് റോഹിംഗ്യൻ വംശജരെ അഭയാർത്ഥികളായി സ്വീകരിക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ത്യ അനുകൂലമായ മറുപടി നൽകിയില്ല. അതേസമയം ദരിദ്ര രാജ്യമായ ബംഗ്ലാദേശിന് അവരുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ കഴിയുമായിരുന്നില്ല. ഈ റോഹിംഗ്യൻ വംശജരിൽ മിക്കവരും ബംഗ്ലാദേശിൽ നിന്ന് മ്യാൻമറിലേക്ക് കുടിയേറിയവരായിരുന്നു. ബംഗ്ലാദേശിന് ഇത്ര വലിയ കുടിയേറ്റം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ. ഇന്ത്യയിലേക്ക് നിരവധി റോഹിംഗ്യൻ വംശജർ അഭയാർത്ഥികളായി ഒഴുകി. ഇന്ത്യ അഭയാർത്ഥിത്വം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പൗരത്വത്തിൻ്റെ പേരിൽ പലപ്പോഴും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അനധികൃത കുടിയേറ്റക്കാർ എന്ന നിലയിലാണ് റോഹിംഗ്യൻ വംശജരോട് ഇന്ത്യ ഇടപെട്ടത്. അതുമാത്രമേ ഇന്ത്യക്ക് മുന്നിൽ മാർഗമുള്ളൂ. ബംഗ്ലാദേശിൽ 7.5 ലക്ഷം റോഹിംഗ്യൻ വംശജർ ഇപ്പോഴുമുണ്ട്. അവർ ബംഗ്ലാദേശ് പൗരത്വം തങ്ങൾക്കും വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലമായി ഉന്നയിക്കുന്നു. ബംഗ്ലാദേശിലെ വിജനമായ ഒരു ദ്വീപിൽ അവരെ പാർപ്പിക്കാൻ കഴിയുമോ എന്ന് ഭരണകൂടം പരിശോധിച്ചിരുന്നു. റോഹിംഗ്യൻ വംശജർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യമൊരുക്കാം എന്നൊക്കെ മ്യാൻമർ ഭരണകൂടം പലപ്പോഴും ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉറപ്പു നൽകി. എന്നാൽ മഹാഭൂരിപക്ഷവും ഇനി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട എന്ന തീരുമാനത്തിലെത്തി. അതിനു പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ റോഹിംഗ്യൻ വംശജരിൽ ചിലർ കടുത്ത തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കടന്നതാണ് മ്യാൻമർ പട്ടാള ഭരണകൂടത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. വംശീയത അതിൻ്റെ എല്ലാ തലത്തിലും ഇപ്പോൾ മ്യാൻമറിൽ കത്തിയാളുന്നു. റോഹിംഗ്യൻ വംശജർക്ക് അവിടെ ജീവിക്കുക ഇപ്പോൾ ഒട്ടും എളുപ്പമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പീഡിത ന്യൂനപക്ഷമാണ് റോഹിംഗ്യൻ വംശജരെന്ന് ഐക്യരാഷ്ട്രസഭ മുൻപ് പറഞ്ഞിരുന്നു. മ്യാൻമറിൽ നിന്ന് വലിയ കൈക്കൂലി കൊടുത്ത് ബോട്ട് കയറി പല രാജ്യങ്ങളുടെ അതിർത്തികളിൽ അഭയം യാചിച്ചാണ് അവർ പിന്നീട് കുടിയേറ്റത്തിന് ശ്രമിച്ചത്. രോഗം കൊണ്ടും പട്ടിണി കൊണ്ടുമൊക്കെ മരിച്ച കുട്ടികളെ കബറടക്കാൻ മണ്ണില്ലാതെ അമ്മമാർ കടലിന് നൽകിയ കാഴ്ച അതിദയനീയമായിരുന്നു.
രാജ്യമില്ലാതെ കടലിൽ അലഞ്ഞുതിരിഞ്ഞ റോഹിംഗ്യൻ വംശജർക്ക് ഒരു പുതിയ പേരും വീണ് കിട്ടി: ബോട്ട് പീപ്പിൾ. ബംഗ്ലാദേശിന്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് റാഖൈൻ. ഇവിടെയാണ് ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ താമസിക്കുന്നത്. അവിടെ മാത്രം 10 ലക്ഷത്തിലധികം റോഹിംഗ്യൻ വംശജർ താമസിച്ചിരുന്നു എന്നാണ് കണക്ക്. നൂറ്റാണ്ടുകളായി പക്ഷേ അവർക്ക് പൗരത്വമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല, റേഷൻ കാർഡില്ല, നിയമപരമായ ഒരു രേഖയുമില്ല. സർക്കാർ ജോലി അവർക്ക് ലഭിക്കില്ല, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും അവർക്ക് ലഭിക്കില്ല, സർക്കാർ ആശുപത്രികളിൽ പ്രവേശനമില്ല, കുട്ടികളെ പഠിപ്പിക്കാനും മാർഗമില്ല, ഏതെങ്കിലും വിധത്തിൽ മതത്തിൻ്റെ അടയാളങ്ങൾ പ്രകടിപ്പിക്കാൻ അനുമതിയില്ല, സ്ത്രീകളെ പീഡിപ്പിച്ചാൽ പോലും കേസ് കൊടുക്കാൻ മാർഗമില്ല, അവരുടെ ഭൂമിക്ക് ആധാരമോ രേഖയോ ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ കയ്യേറ്റം നടത്താം. സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഒരു വിഭാഗം. 7-ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ റോഹിംഗ്യൻ മുസ്ലിം സംഘം ബർമ്മയിലെത്തുന്നത്. 1700-ാം ആണ്ട് വരെ അവർ അവിടെ ഒരു രാജ്യമുണ്ടാക്കി. പിന്നീട് ബർമ്മ രാജാവ് അവരെ തകർത്തു. അതോടെ റോഹിംഗ്യൻ നിലനിൽപ്പ് അവതാളത്തിലായി. എന്നാൽ റാഖൈനിലുള്ള റോഹിംഗ്യൻ വംശജരെക്കുറിച്ച് മാത്രമാണ് തങ്ങൾ പ്രശ്നമുന്നയിക്കുന്നത് എന്ന് അറാക്കൻ സേന പറയുന്നു. മുൻപ് അവിടെ ജീവിച്ചു വളർന്ന് പൗരത്വം നേടിയവർക്ക് ഒരു പ്രശ്നവുമില്ല. റോഹിംഗ്യൻ വംശജർക്കിടയിൽ ഭീകരാശയങ്ങൾ പ്രചരിച്ചത് അവർക്ക് തന്നെ പിന്നീട് വിനയായി. ഒരു സായുധ പ്രതിരോധത്തിനാണ് റോഹിംഗ്യൻ മുസ്ലിം സംഘടനകൾ ശ്രമിച്ചത്. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഒരു സംഘം റോഹിംഗ്യൻ യുവാക്കൾ അരേക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്ന തീവ്രവാദ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. മ്യാൻമർ സൈന്യത്തിനെതിരെ സായുധ ആക്രമണം നടത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. 1970 മുതൽ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ അവർ നടത്തി. പക്ഷേ അതിൻ്റെ ദുരന്തം പൂർണ്ണമായി അനുഭവിച്ചത് റോഹിംഗ്യൻ വംശജർ തന്നെ. പട്ടാളത്തിൻ്റെ ഭീകരമായ ആക്രമണങ്ങളായിരുന്നു അവർക്ക് ലഭിച്ച മറുപടി. സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്തു. അവരുടെ വീടുകൾ കൂട്ടം കൂട്ടമായി കത്തിച്ച് ചാമ്പലാക്കി. 2017 ഓഗസ്റ്റ് 25 ആർസ എന്ന ഒളിപ്പോർ സംഘടന റാഖൈൻ പ്രവിശ്യയിലെ പോലീസ് ഔട്ട് പോസ്റ്റുകൾ കത്തിച്ചു. കുറെ പോലീസുകാരെ അവർ കൊന്നെറിഞ്ഞു. അതിനുള്ള കടുത്ത ശിക്ഷയായിരുന്നു അവരെ കാത്തിരുന്നത്. പട്ടാളം റോഹിംഗ്യൻ ക്യാമ്പുകളിലേക്ക് ഇരച്ചു കയറി. ഗ്രാമങ്ങൾ ആക്രമിക്കപ്പെട്ടു. നൂറുകണക്കിന് റോഹിംഗ്യൻകൾ കൊല്ലപ്പെട്ടു. സൈന്യം കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തി. അന്ന് 4000-ഓളം റോഹിംഗ്യൻ വംശജർ കൊല്ലപ്പെട്ടു എന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. റാഖൈനിൽ റോഹിംഗ്യൻ വംശജരുടെ കൂട്ടക്കുഴിമാടം കണ്ടെത്തി എന്ന് ഐക്യരാഷ്ട്രസഭ ലോകത്തെ അറിയിച്ചു. റോഹിംഗ്യകൾ 2ാം തരമോ 3ാം തരമോ ആയ പൗരന്മാരാണ് എന്ന് വളർന്നു വരുന്ന ഓരോ മ്യാൻമർ കുട്ടിയും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മ്യാൻമർ നിവാസികൾക്ക് ഇവരെ അറപ്പാണ്. അവരെ ആട്ടിയകറ്റുന്നു. സ്വന്തം ഇടങ്ങളിലേക്കും വീടുകളിലേക്കുമൊക്കെ കടന്നു വന്ന ശല്യക്കാരായി അവർ റോഹിംഗ്യകളെ കാണുന്നു. തങ്ങളുടെ ലോകത്തേക്ക് അതിക്രമിച്ചു കയറിയ റോഹിംഗ്യനുകളെ എന്നേക്കുമായി രാജ്യത്ത് നിന്ന് അടിച്ചോടിക്കുകയാണ് അറാക്കൻ സേനയുടെ ലക്ഷ്യം. ജന്മഭൂമിയായ റാഖൈനിൽ നിന്ന് പൂർണ്ണമായും അവരെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മ്യാൻമർ സൈന്യം ആസൂത്രണം ചെയ്ത പല ക്രൂര സംഭവങ്ങളുമുണ്ടായി എന്ന് UN പറയുന്നു. നിങ്ങൾ ഇവിടുത്തുകാരല്ല, ബംഗ്ലാദേശിലേക്ക് പോകൂ, പോയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീടുകൾ കത്തിക്കും, നിങ്ങളെ കൊല്ലും, സ്ത്രീകളെ നശിപ്പിക്കും. ഇതൊക്കെ സൈന്യം ഉച്ചഭാഷിണിയിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നാണ് ഇപ്പോൾ UN പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ UN സംഘം തെളിവ് ശേഖരിച്ച 101 സ്ത്രീകളിൽ പകുതി പേരും സുരക്ഷാ സൈനികരാൽ ബലാത്സംഗത്തിനിരയാക്കപ്പെട്ടവരായിരുന്നു എന്ന് UN പറഞ്ഞു. 14 വയസ്സിൽ താഴെയുള്ളവരും ഇക്കൂട്ടത്തിൽ പെടും. ചില ബലാത്സംഗങ്ങൾ വെട്ടേറ്റ് വീണ ബന്ധുക്കളുടെ മൃതശരീരത്തിന് മുന്നിൽ വെച്ച്. 8 മാസം പ്രായമുള്ള കുഞ്ഞിനു നേരെയും ആക്രമണമുണ്ടായി. 7 ലക്ഷത്തോളം റോഹിംഗ്യൻ അഭയാർത്ഥികൾ ക്യാമ്പ് ചെയ്യുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൽ. റോഹിംഗ്യൻ മനസ്സിലുള്ളത് ആഴത്തിലേറ്റ മുറിവാണ്. അതുകൊണ്ട് തന്നെ അവർ അറാക്കൻ സേനയ്ക്കെതിരെ വാളെടുക്കുമോ എന്ന ഭയം ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടത്തിനുമുണ്ട്. റോഹിംഗ്യൻ പക തങ്ങൾക്ക് നേരെ കത്തിയാളും എന്ന് ഭയന്ന അറാക്കൻ സേന ബംഗ്ലാദേശിലേക്ക് ഇരച്ചു കയറാൻ പദ്ധതിയിടുന്നു എന്ന വാർത്തകൾ. ഇന്ത്യയും സൂക്ഷ്മതയോടെ ഇക്കാര്യങ്ങൾ നോക്കിക്കാണുന്നു. മണിപ്പൂരിലെ മലയോര മേഖലകളിലേക്കുള്ള കടന്നുകയറ്റം ലക്ഷ്യം വെച്ച് മണിപ്പൂർ ഭരണകൂടവും നിക്ഷിപ്ത താൽപ്പര്യക്കാരും നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് മണിപ്പൂർ അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മ്യാൻമർ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം. റോഹിംഗ്യൻ ഭീകര സംഘടനയായ അറാക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി നേതാവായ അബ്ദുൾ ഹുസൈൻ മാച്ചി 2023 കൊല്ലപ്പെട്ടത്. സായുധ പോലീസ് ബറ്റാലിയനുമായുള്ള വെടിവയ്പിൽ മാച്ചി കൊല്ലപ്പെട്ടു.
ആയുധങ്ങളും വെടിയുണ്ടകളും വാക്കി ടോക്കികളും മൊബൈലുകളും സിമ്മുകളുമൊക്കെ അയാളിൽ നിന്ന് അന്ന് പോലീസ് വീണ്ടെടുത്തു. പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം. അവർ ബംഗ്ലാദേശിൽ ഒട്ടും സുരക്ഷിതമല്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ പുതുതായി തലപൊക്കിയിരിക്കുന്ന മത തീവ്രവാദം അത് മറ്റ് തലങ്ങളിലേക്ക് ആളിക്കത്തുന്നു. അവിടെ ഹൈന്ദവ സമുദായ അംഗങ്ങൾക്ക് നേരെയും ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയുമൊക്കെ വ്യാപകമായ കടന്നാക്രമണങ്ങൾ. ന്യൂനപക്ഷ വേട്ട കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് അരാക്കൻ സേന പറയുന്നത്. അരാക്കൻ സേനയുടെ ഓരോ മുന്നേറ്റത്തിനു പിന്നിലും ഇന്ത്യയുടെ ഇടപെടലുകളുണ്ട് എന്ന് ബംഗ്ലാദേശ് ആരോപണമുന്നയിക്കുന്നു. സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് ബംഗ്ലാദേശ് ഭരണകൂടം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിൽ കത്ത് നൽകി. രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരുന്നു. 77-കാരിയായ മുൻ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 5 മുതൽ ന്യൂഡൽഹിയിലാണ് താമസം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാണ് ബംഗ്ലാദേശ് ഭരണകൂടം ആവശ്യപ്പെട്ടത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇടക്കാല സർക്കാരിനെ ദില്ലി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ നീക്കം. എന്നാൽ അരാക്കൻ സേന ബംഗ്ലാദേശിലേക്ക് കടന്നാൽ ഒരുപക്ഷെ ബംഗ്ലാദേശ് മറ്റൊരു തലത്തിലെത്തും. ബംഗ്ലാദേശ് മണ്ണ് പിടിച്ചെടുക്കാൻ എത്രമാത്രം അരാക്കൻ സേനയ്ക്ക് കഴിയും, അതിൽ എത്രമാത്രം പിന്തുണ ഇന്ത്യ നൽകും, കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.